ഭാരത കത്തോലിക്ക സഭയിൽ പൊതുചരിത്രമെഴുതി മാർ ജോർജ് പൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണം ഉടനുണ്ടാകും. ഇന്ത്യൻ സമയം രാത്രി 8:30 സ്ഥാനാരോഹണം. വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ചടങ്ങിന് നേതൃത്വം നൽകും. വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് എന്ന അപൂർവ സൗഭാഗ്യമാണ് മാർ ജോർജ് ജേക്കബ് പൂവക്കാടിനെ തേടിയെത്തിയിരിക്കുന്നത്. കോട്ടയത്തു നിന്നും ശരത് എസ് ആണ് വിവരങ്ങളുമായുള്ളത്. ശരത്, ഇപ്പോൾ കേരളത്തിൽ നിന്നും ഒരു വലിയ സംഘം 500ഓളം പേരടങ്ങുന്ന ഒരു സംഘം അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. സഭയുടെ രാജകുമാരനാകാനാണ് അദ്ദേഹത്തിന്റെ പോക്ക്. അതും വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് ഈ കർദിനാൾ പദവിയിലേക്ക് എത്തുന്നു എന്നുള്ള അപൂർവ നേട്ടമാണ് അദ്ദേഹത്തിന് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കേരളത്തിൽ സഭ ഇതിനെ കാണുന്നത്? സ്മൃതി, ഇപ്പോൾ ഉള്ളത് നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കാവുക്കൂട്ടിന്റെ ഈ ഒരു ഇടവകയിലാണ്. ഇവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് ഉൾപ്പെടെയുള്ളത്. ഒപ്പം ഇവിടെ നിന്നാണ് അദ്ദേഹം വിദേശ പര്യടനത്തിനുമൊപ്പം ഈ പള്ളിയുടെ സഭയുടെ ഒക്കെ തന്നെ പ്രധാന ചുമതലകളിലൊക്കെ തന്നെ ഇവിടെ നിന്നാണ് അദ്ദേഹം എത്തുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ വലിയ രീതിയിലൊരു ആഘോഷം ഇന്ന് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ നാടിനാകെ അഭിമാനമായിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം വലിയൊരു പദവിയിലേക്ക്, സഭയുടെ തന്നെ ഏറ്റവും വലിയൊരു പദവിയിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും ഈ നാട്ടുകാരനായിട്ടുള്ള ജോർജ് ജേക്കബ് പിതാവ് എത്തിയിരിക്കുന്നു. അദ്ദേഹം വൈദിക ആയിരുന്ന കാലം ഇവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിന്ന് പിന്നീട് വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്ക് ഉൾപ്പെടെ പോയിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഈ മാർപ്പാപ്പയുടെ ഒക്കെ തന്നെ വിദേശ പര്യടനത്തിന്റെ ചുമതലയൊക്കെ അദ്ദേഹത്തിന് കൈവരികയും ചെയ്തു. അങ്ങനെ വിവിധ പദവികൾ വഹിച്ച ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു സന്തോഷമാണ്. ഇവിടെ ഇപ്പോൾ രാത്രി ഈ സ്ഥാനാരോഹണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി തന്നെയാണ് നാട്ടുകാർ ഈ ഇടവക തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെ, അതായത് വിവിധ ആളുകളെ ഇവിടെ എത്തിച്ച് പള്ളിയിലേക്ക് എത്തിച്ച് ലൈവ് സ്ട്രീം ഉൾപ്പെടെ ഈ സ്ഥാനാരോഹണം നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പള്ളിയുടെ ഇടവക സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും വൈദികരും ഉൾപ്പെടെ ആളുകൾ നമുക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇവിടെ പരിപാടികളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ഏതാനും മണിക്കൂറുകൾക്കാവും, അല്ലെ ഇപ്പം സമയം 6 മണിയാകുന്നു, ഏതാനും മണിക്കൂറുകൾക്കാവും ഒരു 8:30 ആകുമ്പോൾ നമ്മുടെ കൂവക്കാട് പിതാവ് കർദിനാളായിട്ട് മാറ്റപ്പെടുകയാണ്. ഒത്തിരി സന്തോഷത്തോടെ ഇടവ സമൂഹം കാത്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇടവ ദേവാലയത്തിൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഉടനെ തന്നെ ലൈവ് സ്ട്രീമിംഗ് ആരംഭിക്കും. എല്ലാവരും കടന്നു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും എല്ലാവരും വന്ന് ഒരുമിച്ചായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഇടവകയുടെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറ്റുകയാണ്. ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ വലിയ ചരിത്ര നിമിഷമാണ്. ഒരു വൈദികനായ വ്യക്തി പെട്ടെന്ന് കർദിനാളായിട്ട് മാറുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇടവക്കാരെല്ലാവരും പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ ലൈവ് സ്ട്രീമിനപ്പുറം വരുന്ന ദിവസം അദ്ദേഹം 15-ാം തീയതി സ്ഥാനാരോഹണത്തിന് ശേഷം തിരിച്ചു വരികയാണ്. അതിനുള്ള മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഇടവകയുടേതായിട്ടുള്ള സ്വീകരണം 25-ാം തീയതി ഓൾറെഡി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും പിതാക്കന്മാരും അടക്കം വന്ന വലിയ പരിപാടിയിൽ ഇടവകയുടേതായിട്ടുള്ള സ്വീകരണം കഴിഞ്ഞിരുന്നു. ഇനി അതിരൂപതയുടെ വലിയ സ്വീകരണമുണ്ട്. അത് ഡിസംബർ 21-ാം തീയതി ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ ആർഭാടമായിട്ടുള്ള സ്വീകരണ പരിപാടികളൊന്നും വെക്കണ്ട, അതുകൂടെ ആ പൈസയുടെ കരുണയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് ചെലവഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇടവക വലിയ ആർഭാടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതുകൂടെ നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുക, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ പദ്ധതികളിലാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും സ്മൃതി, ഈ ഇടവകയിലുള്ള ആളുകളാണ് നമ്മളോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത്. അഭിമാനത്തോടെയാണ് ഈ സംഭവത്തെ കാണുന്നത്. കർദിനാൾ ആയി തിരിച്ചു വരുമെന്ന അതിനുള്ള തയ്യാറെടുപ്പ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വൈദികനായിരിക്കെയാണ് ഇദ്ദേഹം പിതാവ് ഇത്തരത്തിൽ കർദിനാളായി മാറിയത് എന്നുള്ളതാണ്. അത് ഇന്ത്യയിലെ തന്നെ ആദ്യമായാണ് അങ്ങനെ ഒരാൾ കർദിനാളായി എത്തുന്നത്. ആ രീതിയിൽ അത്രത്തോളം പ്രാധാന്യമുണ്ട്. അത് ആ രീതിയിൽ വളരെ അതായത് ആ രീതിയിലൊക്കെ തന്നെ ഇതിന് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു അഭിമാന നിമിഷമായി ഈ മുഹൂർത്തത്തെ നാട്ടുകാരും ഈ ഇടവകയും ഒക്കെ തന്നെ കാണുന്നു. സ്മൃതി. ശരി, ശരത് ആണ് കോട്ടയത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.